ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ച് ഡയറി. എന്താ പറയണ്ടേ, വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് എഡിറ്റ് ചെയ്യാനോ അത് പോസ്റ്റ് ചെയ്യാനോ ഉള്ളൊരു സമയം പോലും കിട്ടുന്നില്ല. വിഷുവിൻ്റെ തിരക്ക് മാത്രമല്ല, വാല്യുവേഷൻ്റെ തിരക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാതെ ബാക്കി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിഷുവിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടക്കൂടെ ഞാൻ ഇതൊന്ന് പോസ്റ്റ് ചെയ്യുന്നത്, ഇതെപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പടക്കങ്ങളുടെ ഒരു ശേഖരം ഞാൻ കാണിച്ചു തന്നതാണ്. കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പടക്കത്തിനൊക്കെ നല്ല വിലയാണ്. കുറച്ച് കമ്പിത്തിരിയും പൂക്കുറ്റിയും പച്ചക്കെട്ടും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ വാങ്ങിയത് ഞാനും ഷിജുവേട്ടനും മാത്രമേ പൊട്ടിക്കാനും കത്തിക്കാനും ഒക്കെ നിന്നിട്ടുള്ളൂ. മോൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ ഭാഗത്തേക്കേ വന്നില്ല. ചേതിക്കിരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും, സാധനങ്ങളൊക്കെ എടുത്തു തരും, ഒക്കെ ചെയ്യും. കമ്പിത്തിരി നല്ല നീളമുള്ള കമ്പിത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ അവൾ ആ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഞാനും ഷിജുവേട്ടനും മാത്രം ഇങ്ങനെ എന്താ പറയുക, ചെറിയ കുട്ടികളെ പോലെ കമ്പിത്തിരിയും നാടയും ഒക്കെ ഇതാ കത്തിച്ച് ഇങ്ങനെ തിരിച്ചും കളിച്ചും ഒക്കെ കളിക്കുവാണ്. നല്ല രസമായിരുന്നു. എന്തായാലും കുട്ടിക്കാലം നമ്മൾക്ക് ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മ നമുക്ക് വരുന്നുണ്ടല്ലോ. മോൾക്ക് പണ്ടേ ഈ പടക്കങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. എന്താ പറയുക, ആ ചെറുപ്പം മുതലേ ഉള്ള പേടി ഇപ്പോഴും ഉണ്ടെങ്കിലും ആദ്യത്തെ അത്ര പേടിയില്ല. ഇപ്പോൾ കമ്പിത്തിരിയൊക്കെ കയ്യിൽ തന്നെ പിടിച്ച് കത്തിക്കും. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരു കൊള്ളിയിൽ കെട്ടി ആ കൊള്ളി പിടിച്ചിട്ടാണ് അവൾ കമ്പിത്തിരിയെല്ലാം കത്തിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുകയൊക്കെ കുറച്ച് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അവളതിന് അത്ര വലിയ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. കമ്പിത്തിരിയുടെ പച്ചയും ചുവപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പൂക്കുറ്റിയും പച്ചക്കെട്ട് ഏട്ടൻ തന്നെയാണ് പൊട്ടിച്ചത്. ലാസ്റ്റ് ഒരു 2 ഞാൻ പൊട്ടിച്ചു. ഇപ്പുറത്ത് അനു ഓൺലൈനായിട്ടാണ് പടക്കം വാങ്ങിയത്. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ വീഡിയോ ഞാനൊന്ന് എടുത്തതാണേ. എല്ലാവർക്കും ഹാപ്പി വിഷു.